ഹേ ഗൈസ് വെൽക്കം ടു എ പുതിയ ബ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ രാവിലെ എഴുതിയിരിക്കുകയാണ്. രാവിലെ 6:30 നമ്മളിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തിരിക്കുകയാണ്. എങ്ങോട്ടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണ്? ഗുരുവായൂർക്ക്. ഞാൻ കഴിഞ്ഞ വീഡിയോസൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിന്ന് ഗുരുവായൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുരുവായൂരാണ് നമുക്ക് ഇന്നും നാളെയും ഞാൻ ഗുരുവായൂരാണ്. അതിന് നമ്മൾ നാളെ ഉച്ചയ്ക്ക് നമ്മൾ നേരെ എവിടെ നിന്ന് വർക്കലേക്ക് പോകുന്നതാണ്. അപ്പം നമുക്ക് ഇന്ന് അവിടെയാണ് പരിപാടികളൊക്കെ. നമ്മളിപ്പോൾ രാവിലെ ട്രെയിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ട്രെയിനിന് ഗുരുവായൂർക്ക് പോകുന്നത്. ഞാൻ നേരത്തെ നമ്മൾ പോയിട്ടുണ്ട്, ഞാൻ കാറിനും ബസ്സിലേക്കാണ് വിടുന്നെങ്കിൽ ആദ്യമായിട്ടാണ് ട്രെയിനിന് പോകുന്നത്. കൊണ്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇത്ര രാവിലെ ഞാൻ ഗുരുവായൂർ എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ലെറ്റ്സ് ഗോ ഫോർ ഗുരുവായൂർ. ബാക്കി പടകളൊക്കെ വൈകുന്നേരത്താണ് അറിയുന്നത്. നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാം. പോണ വഴിക്ക് അവിടെ ചെന്നിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് അവിടുത്തെ വേറെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് വ്യൂ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് വ്യൂ കിട്ടുന്നൊരു ഏരിയ നമുക്കാണ് എയർപോർട്ടിനടുത്ത്. എന്താ പറയുന്നത്, എയർപോർട്ടിനടുത്ത് വ്യൂ ആണ്. എന്നാ കിട്ടുന്ന സൺസെറ്റ് മോർണിംഗ് ഈവനിങ് വച്ചനിരിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ ഇറങ്ങി ഗൈസ്, ട്രെയിൻ ഇറങ്ങി. ഇനി അങ്ങോട്ടൊരു നടത്തമുണ്ട്. അതാണ് മനെ ഓടുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ വിയർത്ത് കുളിച്ച് വെള്ളത്തിൽ കുളിച്ചല്ലേ. ഫസ്റ്റ് പരിപാടി ചെന്ന് പറഞ്ഞാൽ കോഫി, നല്ലൊരു കോഫി കുടിക്കണം. ടീ കുടിച്ചിട്ട് ബാക്കി പെണ്ണ് നോക്കാം. പക്ഷെ ഇവിടെ വന്നത് വേറൊരു ടിസ്റ്റും കൂടെ ഉണ്ട്. ഒരു കല്യാണം അല്ല ഇന്ന്. ഞാൻ ഇത്ര നേരത്തെ വന്നതിൻ്റെ മെയിൻ കാരണം വെച്ചാൽ വേറൊരു കല്യാണമുണ്ട്. അതായിരുന്നു ഇപ്പം എനിക്കൊന്ന് ഓൾറെഡി എല്ലാവരും ഗസ് ചെയ്താണെന്ന് തോന്നുന്നു. വേറൊരു കല്യാണം കൂടെ ഉണ്ട്. ആ കല്യാണം കൂടെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര നേരത്തെ ഇറങ്ങിയത്. ഇല്ലെങ്കിൽ ഞാനൊരു 10 മണി എത്താൻ ഇരിക്കത്തുള്ളൂ. ശ്രീകുട്ടിയും 10 മണി എത്തത്തുള്ളൂ. ഞാൻ ആരുടെ കല്യാണം എന്ന് പറഞ്ഞത്. ഓക്കെ, നാളെ അതായത് ഞാൻ മെയിനായിട്ട് വന്ന സംബന്ധിച്ച് നമ്മുടെ ശ്രീകുട്ടി ഷോർട്ട് ഗേൾ ഗുണ്ടബിനു കണ്ടങ്കരിക്കുള്ളി തോന്നിക്കൽ അവളുടെ കല്യാണമാണ്. അവളിങ്ങനെ കെട്ടാൻ പോയാണ്. ഓക്കെ, അവളുടെ കല്യാണമാണ്. സോ അവളുടെ കല്യാണത്തിൽ ഞാൻ വന്നത്. പക്ഷേ ഇന്നേ ഞാൻ ഇത്ര നേരത്തെ വന്ന് വേറൊരാളുടെ കല്യാണം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നേരെ ഗുരുവായൂർ കണക്കാണ്. ഈ ബാഗും ചുമന്ന് ബാഗിനകത്തൊരു വീട് തന്നെയുണ്ട്. ഡ്രസ്സുണ്ട്, എൻ്റെ പെർഫ്യൂം, ബോഡി മിസ്റ്റ്, ബോഡി വാഷ്, ബോഡി ലോഷൻ, അത് ഇത്, ചാർജർ, എക്സ്റ്റൻഷൻ ബോർഡ്, ട്രൈപോഡ്, എല്ലാ സാധനങ്ങളുണ്ട്. ഒരു വീട് മൊത്തത്തിൽ ബാഗിനകത്ത് തന്നെ ഉണ്ട്. ഓക്കെ, ഞാനത് നേരെ നടന്നു അമ്പലത്തിന് അവിടെ ചെന്നിട്ട് ബാഗ് ഒന്ന് ഏതെങ്കിലും എന്താ പറയുക മറ്റേ ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വരാം. ഓക്കെ, കോഫിയും കുടിച്ചിട്ടൊക്കെ വരാം. ഹേ ഗൈസ്, ഞാൻ എൻ്റെ ഫുൾ അട്ടയറൊക്കെ ചേഞ്ച് ചെയ്ത് മുണ്ട് വാങ്ങിച്ചിട്ട് എല്ലാവരും മുണ്ടെടുക്കൊണ്ട് എനിക്ക് പാനറ്റിന് കയറാനും മടി. സോ ഞാനാണ് ബാഗ് വെക്കാൻ വേണ്ടി നമ്മുടെ ക്ലോക്ക് റൂമിൽ പോയത്. അവിടെ മൊത്തം ഫില്ല്. എന്ത് തിരക്കാണെന്തോ അവിടെ മൊത്തം ഫില്ല്. ഇനിയിപ്പോൾ വേറെ റെയിൽവേ സ്റ്റേഷനിൽ അവിടെ എങ്ങനെ കൊണ്ടുവന്ന് പോയി നോക്കിയിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. അല്ലാണ്ട് നടക്കൂല, പണിയാണ്. താങ്ങി പിടിച്ച് നടക്കാൻ പറയുമ്പോഴത്തേക്കും നല്ല പാടുണ്ട്. ഞാൻ അന്നേരം അവിടെ എങ്കിലും വെക്കാൻ പറ്റുന്നുള്ളൂ. വേറെ കടയിലൊന്നും ചോദിച്ചിട്ട് നടക്കണമെന്നില്ല. റെയിൽവേ സ്റ്റേഷന് ആപ്പടെയുള്ള ഓപ്ഷനുള്ളൂ, അവിടെ കൊണ്ട് വെക്കാൻ പറ്റുന്ന. അവിടെ ഇവിടുത്തെ ക്ലോക്ക് റൂം മൊത്തം ഫുള്ളാണ്, വെക്കാൻ സ്പേസ് ഇല്ല അത്ര. എൻ്റെ അവസ്ഥ. ഞാൻ മറ്റേ കാര്യങ്ങൾ പറയാം. ഞാൻ നേരത്തെ വന്ന് വെച്ചാൽ ഗംഗയുടെ കല്യാണത്തിന് വന്നത്. ഇനിയിപ്പോൾ അവരെ തപ്പിപ്പിടിക്കണം. ഈ ബാഗ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെയും തപ്പിപ്പിടിക്കാനായിട്ട് അത് മറ്റൊരു ടാസ്ക്. അമ്മേ പെട്ടത് തന്നെ. അറ്റ് ലാസ്റ്റ് ആ ലോഡ് ഇറക്കി. പക്ഷേ എൻ്റെ മുതുകത്തിൻ്റെ വെള്ളം കോരി ഒഴിച്ചാണൊക്കെ ഞാൻ വിയർത്ത് പണ്ടിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ജോബിനെ വിളിച്ചപ്പോൾ ജോബി ഇവിടെ ഉണ്ട്. ജോബി ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് കമ്പനിയായി. ഒറ്റയ്ക്ക് ബോസല്ലേ, ജോബി ഇവിടെ ഉണ്ട്. കാരണം പേടിക്കണ്ട. ഓക്കെ, ഇനിയിപ്പോൾ നേരെ അമ്പലത്തിലോട്ട് ഇവിടെ ഗംഗയൊക്കെ അവിടെ നിൽക്കണമെന്നൊക്കെ അറിയാം. ഞാൻ മുതലാളിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ് പിന്നെ നേരെ ഒന്ന് ആ പരിപാടി പങ്കെടുത്ത് 1:30 ഇവിടെ വന്നാൽ ബാഗ് എടുക്കണം. 1:30 ട്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആൾ കാണത്തില്ല. സോ ലെറ്റ്സ് ഗോ. വീണ്ടും അമ്പലം. അവിടെ നിന്ന് നടക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ആദ്യമായിട്ട് ഗുരുവായൂർ ഇങ്ങനെ കെട്ട് കാണുന്നു. ഗുരുവായൂർ വന്നാൽ ഗുരുവായൂരിൻ്റെ ഡോണുകളെ കാണാണ്ട് പോയി കഴിഞ്ഞാൽ മോശം. ഗുരുവായൂർ എന്തിനും ഏതിനും മാണിനെ കാണണമെന്ന് പറഞ്ഞിരിക്കണം. എന്തിനും ഏതിനും മാണി. ഒരു മിനിറ്റ്, അത് പോകത്തൊന്നുമില്ല. അവിടെ ഇരിക്കും. ഇല്ല, സൂമിയില്ല. വായിലിട്ട് എടുത്തോളാം. എന്തുണ്ട് പിന്നെ ജയിച്ചതിന് ചിലപ്പോഴാ പരീക്ഷ ജയിച്ചതിന്റെ എപ്പോഴാ ജ്യൂസ് മേടിച്ചു തരുമോ? പിന്നെ നിങ്ങളല്ലേ ഗുരുവായൂർ ഡോണുക്കള്. അപ്പൊ നിങ്ങൾ വേണം വാങ്ങിച്ചാലേ. എന്തിന് ഗുരുവായൂർ എന്തിനു വന്നു കഴിഞ്ഞാൽ എന്തിനു ചെയ്ത് നമ്മൾ വാണിയുണ്ടെന്നാണ് പറയുന്നത്. അത് കാരണം വാണി വേണ്ടി നമുക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചു തരാൻ. നമ്മളെല്ലാരും അറിയുന്നത് അങ്ങനെയാണ് അല്ലേ? നമ്മളെ കെട്ട് കഴിഞ്ഞ് വിടുന്ന ഫോട്ടോ ഷൂട്ട് മുന്നേ എടുക്കുക. നീലക്കുയിലും പച്ചക്കുയിലും എല്ലാം വീഡിയോ ഉണ്ട്. എല്ലാം മറ്റേ പൊതിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അവിടെ.
അതേണ്ട് ഇതേ നിൽക്കുന്നു നീലക്കുയിൽ. നീലക്കുയിൽ ഇതാണ് നീലക്കുയിൽ. ഇതാണ് നീലക്കുയിൽ. ഇതാണ് നീലക്കുയിൽ. ബാക്കി എന്തെങ്കിലും അറിയാൻ പറ്റില്ല. എല്ലാം ഉണ്ട്. എല്ലാവരും ഉണ്ട്. നീലക്കുയിലാണ്ട് എന്ത് പരിപാടി? അത് തന്നെ നീലക്കുയിൽ ഇപ്പം എല്ലാവർക്കും അറിയാം. മുതലാളി ഫോട്ടോസ് എന്നെയും പിടിച്ച് ഫോട്ടോ എടുത്ത് മൊത്തം നീലക്കുയിൽ പച്ചക്കുയിൽ എല്ലാം അവനെ വട്ടം നീങ്ങുന്നുണ്ട്. നീലക്കുയിൽ ചിരിച്ചോണ്ടൊക്കെ തരാം ക്യാപ്ഷൻ തരാമെന്നും പറഞ്ഞുകൊണ്ടൊക്കെ ചിരിച്ചോണ്ടിരിപ്പുണ്ട്. അയ്യോ എന്തിനാ ഇനി ഫേസ്ബുക്കിലേക്ക് ഞാൻ എടുത്ത് പൊങ്കലേക്കേണ്ടി വരില്ല. ശ്രീകുട്ടിനെ എപ്പോഴാണ് ശ്രീകുട്ടി വന്നിട്ട് നമുക്ക് ശ്രീകുട്ടി എടുത്തിട്ട് പോകണം. അവിടെ ക്ലോക്ക് റൂം വെച്ച് ഞാൻ ബാഗ് എടുത്ത് ശ്രീകുട്ടി റൂമിനായിട്ട് വെക്കണം. ഓമ്മയിക്കോട്ടെ എന്തെല്ലാം പരിപാടി കൊണ്ട് ഇനി. സന്ദീപ് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. നിങ്ങളുടെ പ്രോപ്പർട്ടി അല്ല. സന്ദീപിനെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ ദത്തെടുത്ത് ആയിട്ട് എടുക്കുന്നത് അങ്ങനെയല്ല. സന്ദീപ് കൊണ്ടാ രണ്ട് ഒരേ കളറിൽ മുണ്ടുക. നിങ്ങളുടെ വെച്ച സന്ദീപിന്റെ വെച്ചാണ് കൊണ്ടിടക്കാണ്ട്. സന്ദീപിന് നല്ല സ്കില്ലാണ് ഈ കാര്യത്തില്. അവനെ കൈകാര്യം ചെയ്യാൻ. അപ്പൊ സന്ദീപിന് കല്യാണം അയക്കുന്ന പെൺകുട്ടിയെ പ്രത്യേകത കൊച്ചുങ്ങളെ നിങ്ങൾ നോക്കേണ്ട ഒരാവശ്യമില്ല. സന്ദീപ് നോക്കിക്കോളൂ, പേടിക്കണ്ട. അപ്പുറത്തിരിക്കാൻ ചേച്ചി മകനെ കല്യാണം കഴിഞ്ഞാണ്. അച്ഛനും മോനും അല്ലേ? അച്ഛനും മോനും. സന്ദീപ് അപ്പുറത്ത് പറയുന്നത് കരയുന്നു. ബാത്റൂമിൽ പോയിട്ട് പക്കര കഴിഞ്ഞോട്ട് അത് അങ്ങനെ ഉച്ചയ്ക്ക് സദ്യ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ജോബി ഞാനും സന്ധ്യ അവരുടെ റൂമിൽ റെസ്റ്റ് ഒക്കെ എടുത്ത് അപ്പോഴത്തേക്കാ ഞാൻ സത്യം പറഞ്ഞു ഇന്ന് മിറാക്കിൾ സംഭവം. ഇന്ന് ഞാൻ രാവിലെ ട്രെയിനിൽ വന്ന് 2 ചേട്ടന്മാർ ഇങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ ഭയങ്കര ക്യൂ ആണ്, ഭയങ്കര തിരക്കാണ്, അമ്പലത്തിൽ നമ്മൾ അങ്ങനെ കയറത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് കുറച്ച് ചേട്ടന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ ഞാനും ഇതുവരെ അങ്ങനെ കയറിയിട്ടൊന്നുമില്ല. ഈ കുറേ നാളിൽ ഞാനും കയറിയിട്ടൊന്നുമില്ല. അകത്തൊരു തൊഴിലിരുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇന്ന് അതായത് ഇവിടെ വന്നപ്പോഴത്തേക്ക് രാവിലെ കാർത്തിക് നന്ദു അവരെല്ലാവരും അകത്ത് കയറുന്നതിനായിട്ട് പിന്നെ അത് വൈകിട്ടത്തേക്കായപ്പോൾ ഞാനും ഇവന്മാരോട് നിൽക്കില്ല. സന്ദീപിനെ കാർത്തികനെ കൊണ്ട് ജോബിനെ കൊണ്ട് നിൽക്കുകയായിരുന്നു. അങ്ങനെ നിന്നപ്പോഴത്തേക്കും എന്തിനാണ് വൈകുന്നേരം ഇപ്പോൾ ഞാനും ഇവിടെ വന്ന്. പക്ഷേ അവർ 5 പാസ് എടുത്തിട്ടുള്ളായിരുന്നത്. പക്ഷെ നമുക്ക് 5 പേരുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനവിടെ കൂട്ടത്തിൽ കയറിപ്പോൾ അപ്പോൾ കൊള്ളാൻ പറഞ്ഞ് ഞാൻ അകത്ത് കയറില്ല. കിട്ടില്ലാട്ടെന്ന് വെച്ചാൽ കിണ്ണം. ഞാൻ ഇതുവരെ തൊഴിലില്ല സത്യം പറഞ്ഞത്. നല്ല ക്ലിയർ കട്ടാണ് ഞാൻ കണ്ടത്. അത് ഞാൻ ഉള്ളിലേക്ക്, അതായത് ശ്രീകോവിലിൻ്റെ നേരെ ഉള്ളിലേക്കുള്ള വഴിയില്ല, അതിലേക്ക് ഞാൻ കയറിയിട്ടില്ലായിരുന്നു. അല്ലാണ്ട് നീ കയറി ക്ലിയർ കിണ്ണനായിട്ട് ഞാൻ കണ്ടുപോയത്. ഭയങ്കര മിറാക്കിളായി പോയ സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ കാർത്തിക അവരെല്ലാവരും ഞാൻ പോകുമ്പോഴേക്കും ഞാൻ നേരെ ഇനി ഗുരുവായൂർ അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോകും. അവിടെ ശ്രീകുട്ടിയും അവനും ചെറുക്കനും കൂടെ തൊഴാൻ വേണ്ടി കയറണം. അവരിറങ്ങും നേരെ അവരേക്കായിട്ട് പോയിട്ട് പിന്നെ നേരെ നമ്മളെ സ്റ്റേയിലേക്ക് പോകുന്നു. നാളത്തേക്കുള്ള പ്ലാനൊക്കെ സെറ്റാവുന്നു. അപ്പോൾ നാളത്തേക്ക് നമ്മൾ തിരിച്ച് അടുത്ത വർക്കിലേക്ക് പോകണം. എന്തൊക്കെ പ്ലാനിങ് ആണെന്തോ. നാളെ രാവിലെ എണീക്കണം. എണീക്കുമെന്തോ ദൈവത്തിനറിയാം. ഓക്കെ ലെറ്റ്സ് സീ. നമുക്ക് നേരെ ശ്രീകുട്ടി എടുത്തിട്ട് പോവാം. കാർത്തി അവരെല്ലാവരും നന്ദു അവരെല്ലാവരും പോയി. അപ്പോൾ ഞാൻ അവിടെ തിരിച്ച് ഞാൻ ഗുരുവായൂർ അമ്പലത്തിന് അങ്ങോട്ട് വന്ന്. അപ്പോൾ ശ്രീകുട്ടി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് 1.5 മണിക്കൂർ ഞാൻ അവിടെ കുത്തിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 10 മിനിറ്റിൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഫോണിൽ തന്നെ സമയം പറഞ്ഞില്ല. 1.5 മണിക്കൂറായി. എന്ത് പോസ്റ്റാണ്? ഞാൻ എന്തായാലും അവളെ എന്തെങ്കിലും പോയി തപ്പിപ്പിടി വെക്കണം. ഞാൻ ഒറ്റയ്ക്കല്ല, പോസ്റ്റ് അടിച്ചിട്ട് രക്ഷയില്ല. ഞാൻ അവളെ പോയി തപ്പി പിടിച്ചിട്ട് വരാം. ഫുഡും കഴിക്കണം, വിശക്കണമുണ്ട്. ഉച്ചയ്ക്ക് എന്തോ കഴിച്ചതല്ലേ, നമുക്ക് അവിടെ അങ്ങോട്ട് പോയി കഴിക്കാം. അല്ലാണ്ട് ശരിയാവില്ല. അങ്ങനെ പോയെന്ന് ഷവറിനകത്ത് നിന്ന് കുളി കുളിക്കണം. സെറ്റായിരിക്കും. ശ്രീകുട്ടി അവൾ പോയി. അവൾ റൂമിൻ്റെ അങ്ങോട്ട് എത്താറായി. നടന്നങ്ങോട്ട് പോയി. ഞാൻ ഇപ്പോഴും വിളിച്ചിട്ട് ഞാൻ പിന്നെയും അവിടെ നോക്കി ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ പിന്നെ അവിടെ കുത്തിരുന്ന് പണ്ടിറങ്ങിയത് പോസ്റ്റായിപ്പോനെ. അവളിപ്പോഴാണ് വിളിച്ചത്. അതായത് അവളുടെ ഹസ്ബൻഡ് കെട്ടാൻ പോണ ചെറുക്കൻ്റെ വീട്ടുകാരെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ട് അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ ഞാൻ മാപ്പ് നോക്കി നടക്കാനുള്ളിട്ടുണ്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നവിടെ എത്തും 11 മിനിറ്റ് കാണിക്കുന്നുണ്ട്. ഇനി അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും പിന്നെയും നടക്കണം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ നടന്ന ദിവസമായിരിക്കുന്നു. കുറേ നടന്നിട്ടുണ്ടെന്ന്. വാട്ട് എ ബ്യൂട്ടിഫുൾ. അമ്മേ ഏതോ പഠിച്ച വഴി കൂടിയൊക്കെ ഞാൻ പോകുന്നുണ്ട്. ദൈവമേ, ഇവിടെയൊക്കെ മനുഷ്യവാസം പോലും ഇല്ല. അയ്യോ, ആരെയും കാണില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകണം. ഞാനെൻ്റെ നേരിലും മാത്രം ദൈവം എക്കെട്ടിടെ കൊണ്ടുപോയി. അയ്യോ പേടിയാവേ. എന്തൊക്കെയോ അവിടെ വരുന്നുണ്ടല്ലോ. എന്തൊരു സൗണ്ട്. വണ്ടിയായിരുന്നില്ല, മനുഷ്യൻ പേടിച്ചു പോയി. ഞാൻ തപ്പി പിടിച്ച് ഇറങ്ങിച്ചില്ല. മാപ്പ് ഇട്ടിട്ടുണ്ട്. മാപ്പിനകത്ത് കാണിക്കുന്നുണ്ട്. തപ്പി പിടിച്ച് പോട്ടെ. അയ്യോ ഞാൻ നടന്ന് കുത്തി ഇവിടെ എത്തി ഗൈസ്. പക്ഷെ അതല്ല സംഭവം. ഞങ്ങളുടെ ബിനു മോൻ ഇങ്ങനല്ല. ഞങ്ങളുടെ ഗുണ്ടബിനു ഇങ്ങനല്ല. ഇതിങ്ങനല്ല. ഇത് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന കാക്ക സൂര്യൻ എങ്ങനെ പടിഞ്ഞാറ് നിൽക്കുമോ? ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയോ നടക്കുന്നു ഇവിടെ. ബിനുമോനെ ഞങ്ങൾ ഇങ്ങനെ കണ്ടിട്ടില്ല. ബിനുമോളായി.
ഇത് ഒരു മിനിറ്റ് മൈക്ക് വിടണ. അയ്യോ എന്താണ് ഇത് നടക്കുന്നത്? എന്താണ് ഇവിടെ നടക്കുന്നത്? ഇതാരാ? ഇവള് അടക്കോടുക്കുള്ള ഭാര്യയായിരുന്നു. അവൻ ഇങ്ങനെ അവൻ നിന്റെ നീ അല്ല കെട്ടണത്. ഇത് അവനെ കെട്ടുന്നതൊക്കെ എനിക്ക് തോന്നുന്നത്. അല്ലല്ല നിന്റെ കാര്യത്തിൽ നേരെ തിരിച്ചാ സംഭവിക്കുന്നത്. അയ്യോ ലുക്ക് മാത്രമേ ഉള്ളു, സ്വഭാവം മാറുമല്ലോ. ഇത്രയും അടക്കോതുക്കോള് ഒരു കുട്ടീനെ കണ്ടിട്ട് പറയുന്ന കേട്ടില്ലേ? ഇതൊന്നും പോസിബിൾ ആയിട്ട് കണ്ടിട്ട് ഇതൊന്നും ഒരു കാര്യമില്ല, ഇതൊക്കെ ചുമ്മാ. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇറങ്ങും പുറത്തേക്ക്. ഇന്ന് നീ ഇപ്പൊ കാണിച്ച പരിപാടി വെറും തെണ്ടിത്തരായി പോയി പട്ടി. 1.5 മണിക്കൂർ അവിടെ നിന്ന സമയത്ത് ഫാമിലി എല്ലാം കൂടെ വന്ന് കയറി. ഹായ് ഹായ്, അപ്പൊ അടുത്ത ഫാമിലി ആയിരുന്നു നടന്നിട്ട് ഹായ് ഈ ഹായ് ഹായ് പറഞ്ഞു ഞാൻ പകുതി എത്തിപ്പോയാണ് ആ ബുക്ക് സ്റ്റോളിൽ നിർത്തി ഒരാളെ പറ്റി എത്തിപ്പിച്ചത്. അയ്യോ വിളിച്ചിട്ട് എവിടാ പോയി. അതൊന്നുമല്ല, ഞാൻ ഈ ഒരു കല്യാണത്തിനോട് ഞാൻ എപ്പോ വന്നറിയാലോ. ഞാൻ രാവിലെ 8:45 ഇവിടെ എത്തി. ഇവിടെ എത്തുന്നുമ്പോ ഞാനെത്തി. ഞാൻ രാവിലെ പോകുന്നതിന്റെ കാര്യം പറഞ്ഞില്ല. വൈകുന്നേരം കഴിഞ്ഞ തിരക്കായിരിക്കും. ഇന്ന് തിരക്കൊന്നും ഇല്ല, നല്ല തിരക്കുണ്ട്. ഞാൻ തൊഴുത് അല്ല, രാവിലെ ട്രെയിനിന്റെ കാര്യം ഞാൻ പറഞ്ഞ. ട്രെയിനിൽ തിരക്കുണ്ടാവും. ഞാൻ ഇപ്പം സ്പെഷ്യൽ എൻട്രി ഉണ്ടല്ലോ ബ്രൈഡിനും ഗ്രൂമിനും വേണ്ടിട്ട്, അതുവഴി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ്, ഞാൻ കുറെ നാള് ഞാൻ അങ്ങനെ അകത്ത് കയറിയിട്ടില്ലേ. പുറത്താഴ്ച ഇട്ടമ്പലത്തിന് അകത്ത് കയറിയിട്ട് അതിന്റെ അകത്ത് കയറില്ല, കോവിലിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ഞാൻ പള്ളിയിൽ നിന്ന് തൊഴുതിട്ട് പോയായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നല്ല കിട്ടിലിനോട്ട് തോന്നുന്നു, പെട്ടായിട്ട് മുമ്പ്. അയ്യോ ഇനി കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ വരാം, ഫുഡ് കഴിക്കാൻ മുമ്പ് വരാം. വയ്യ ചത്ത് ഗൈസ്, എനിക്ക് വയ്യ, എനിക്ക് തല വെട്ടിപ്പൊളക്കണ്. ആ വെയിലത്തെ കാണാതിൻ്റെ ഒന്നാണ്. ഇതെങ്ങനെയാണ് എന്താണ് ഔട്ട്ഡോർ എന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പം മറ്റൊരു നാളെ നമ്മൾ കല്യാണം ഇതിൻ്റെ വീഡിയോ കണ്ട് വീണ്ടും വരാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.